ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. തലക്കാടിന്റെ സമാധാനവും സ്വസ്ഥതയും തകർക്കാൻ കാരണമാകുന്ന ബാർ ജനശക്തി കൊണ്ട് അടപ്പിക്കുമെന്ന് കുറുക്കോളി മൊയ്തീൻ MLA. ലഹരി നിർമ്മാർജ്ജന സമിതി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തലക്കാട് വടക്കേ അങ്ങാടിയിൽ പുതുതായി ആരംഭിച്ച ബാർ ഹോട്ടൽ അടച്ചുപൂട്ടുവാനുള്ള പ്രതിഷേധം താക്കീതായി. തിരൂർ മണ്ഡലം ലഹരി നിർമ്മാർജ്ജന സമിതി ബാർ ഹോട്ടലിനു സമീപം സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ലഹരി സമിതി പ്രസിഡന്റ് കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. തലക്കാടിന്റെ സമാധാനവും സ്വസ്ഥതയും തകർക്കാൻ കാരണമാകുന്ന തലക്കാട് ബാർ ജനശക്തി കൊണ്ട് അടച്ചേ മതിയാകൂവെന്ന് MLA പറഞ്ഞു. മദ്യം എല്ലായിടത്തുമുണ്ട്, പല രാജ്യങ്ങളിലുമുണ്ട്. മദ്യം മുഖ്യ വരുമാനമായ രാജ്യങ്ങൾ പോലുമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ കേരളം അങ്ങോട്ടല്ല പോകേണ്ടത്. കേരളത്തിന്റെ ചില പ്രാധാന്യവും പ്രത്യേകതകളും പാരമ്പര്യങ്ങളും വന്ന വഴികളുമൊക്കെ ഉണ്ട്. മുഖ്യമന്ത്രി കുറെ കാലമായി ഒരു നവകേരളത്തിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ നവകേരളം ഇത്തരത്തിലുള്ള ഒരു കേരളമാണ്. ഇപ്പോ വലിയ പൗസാക്ക് പറഞ്ഞിരുന്നാണ് റോഡ് NH വർക്ക് കേന്ദ്രത്തിൻ്റെതാണ്. ഇവരതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് നടത്തിയിരുന്നു. ഇപ്പോ നവകേരളം ഏത് നവകേരളമാണ്? ഈ തകർന്ന റോഡാണോ? ഇനി ഈ കള്ളുകുടിച്ച് മദ്യപിച്ച് ബോധമില്ലാതെ നടക്കുന്ന ജനങ്ങളുടേതാണോ ഈ നവകേരളം നിങ്ങൾ പറയുന്നത്? നവകേരളം ബുദ്ധിമാന്മാരുടേതായിരിക്കണം. നവകേരളം ആരോഗ്യമുള്ള ജനങ്ങളുടേതായിരിക്കണം. ബുദ്ധിയും വിവേകവുമുള്ള ആരോഗ്യമുള്ള ഒരു ജനതയായിരിക്കണം നവകേരളത്തിന്റെ സമ്പത്ത്. അതുണ്ടാക്കണമെങ്കിൽ ഇവിടെ തുടങ്ങേണ്ടത് മദ്യശാലകളല്ല. ആ ഒരു തിരിച്ചറിവ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ആദ്യം ഉണ്ടാകും. പ്രതിഷേധ ധർണയിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് സമീപം നിലകൊള്ളുന്ന ബാറിന്റെ ലൈസൻസ് റദ്ദ് ചെയ്യാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിച്ചില്ലെങ്കിൽ ബാർ അടച്ചുപൂട്ടുന്നതുവരെ സമരം ശക്തമാക്കാനും തുടർ പ്രക്ഷോഭം സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചു. മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയാച്ചേരി കുഞ്ഞികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ലഹരി നിർമ്മാർജ്ജന സമിതി തിരൂർ മണ്ഡലം പ്രസിഡന്റ് P. മുഹമ്മദ് എന്ന ബാവഹാജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി CKM ബാപ്പുഹാജി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തിരൂർ മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി വെട്ടം ആലിക്കോയ, ലഹരി നിർമ്മാർജ്ജന സമിതി വർക്കിംഗ് പ്രസിഡന്റ് OK കുഞ്ഞിക്കമ്മു, മണ്ഡലം ജനറൽ സെക്രട്ടറി കുന്നത്ത് അബ്ബാസ്, തലക്കാട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ NP ഷെരീഫ B, തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TV റംഷീദ ടീച്ചർ, തലക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് P. സുലൈമാൻ, ജനറൽ സെക്രട്ടറി ലത്തീഫ് കൊളക്കാടൻ, STU സംസ്ഥാന സെക്രട്ടറി ആദവനാട് മുഹമ്മദ് കുട്ടി, മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് മജീദ് മാടമ്പാട്ട്, യുവജന സമിതി താലൂക്ക് പ്രസിഡന്റ് ജലീൽ തൊട്ടിവളപ്പിൽ, തിരൂർ മണ്ഡലം യൂത്ത് ലീഗ് സെക്രട്ടറി KK റിയാസ് എന്നിവർ സംസാരിച്ചു. PV സമദ്, NC നവാസ്, VP ഹംസ, ഹുസൈൻ കുറ്റൂർ, ഹമീദ് കട്ടച്ചിറ, ബാനു കോട്ടത്തറ, സൈനബ കുറ്റൂർ, TV മിൻഹ, നാസർ പൂത്തേരി, അബ്ദുൽ ഗഫൂർ ഹുദവി, നിഹാൽ ഫൈസി, മുഹ്സിൻ, EPA ലത്തീഫ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് 99 തിരൂർ.